നമസ്കാരം. ഇന്ന് ന്യൂസ് 10 പരിചയപ്പെടുത്തുന്നത് ഒരു ജീവൻ രക്ഷാപ്രവർത്തനത്തിൻ്റെ വളരെ വലിയ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ്. ചാലിയാറിൻ്റെ ഓളങ്ങളിലേക്ക് തോണി മറിഞ്ഞ് മുങ്ങിപ്പോയ ഒരു യുവാവിനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ വെട്ടുപാറയിലെ താരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ. യാദൃശ്ചികമായി പുഴയോരത്തുണ്ടായിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൃത്യമായ പ്രവർത്തനമാണ് ജീവൻ രക്ഷാപ്രവർത്തനത്തിലേക്ക്, ഒരുപക്ഷെ മരണത്തിലേക്ക് തന്നെ പോകുമായിരുന്ന ഒരു ജീവനെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ച് കൃത്യമായ ഫസ്റ്റ് എയ്ഡ് നൽകി രക്ഷപ്പെടുത്തിയത്. എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഇർഷാദ്, നീയാണല്ലോ അന്ന് മുങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്താണ് അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കൂടെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുമായിട്ട് മുറിഞ്ഞുമാട് സഞ്ചാര കേന്ദ്രത്തിലേക്ക് ചെന്നതാണ്. അവിടെ വന്ന സമയത്ത് കൂടെയുള്ള ആളുകളാണ് പറഞ്ഞത് 2 പേര് വെള്ളത്തിൽ പോയിട്ടുണ്ടെന്ന്. ആ സമയത്ത് തന്നെ കൃത്യമായി ഞാൻ എന്ത് ചെയ്ത് ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുകയും ആ ആളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തി. അതോടൊപ്പം ആ സ്പോട്ടിൽ തന്നെ വെട്ടുപാറ അക്കരെ ഭാഗത്തേക്ക് ആ സ്പോട്ടിൽ തന്നെ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്ത് വിവരം അറിയിക്കുകയും ആ ഭാഗത്ത് നിന്ന് ബോട്ട് വരികയും വന്ന സമയത്ത് ഞാൻ അവരോട് അപകടത്തിൽപ്പെട്ട ആളെ അവരെ ഏൽപ്പിക്കുകയും അവർ കൃത്യമായി തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അതോടെ ജീവൻ രക്ഷിക്കാനും സാധിച്ചു. നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അയാൾ എന്തായിരുന്നു അയാളുടെ ഒരു അവസ്ഥ? നിങ്ങൾ പിടിക്കാൻ ചെന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായോ? അതായത് ഈ മരണത്തോട് മല്ലടിക്കുന്ന ഒരവസ്ഥയായിരുന്നു ആ സമയത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകളിൽ ഒന്നാണത്. കാരണം മുങ്ങിത്താന്ന ഒരു രംഗമാണ് ഞാൻ അവിടെ കാണുന്നത്. ആ സമയത്താണ് ഞാൻ അവനെ രക്ഷപ്പെടുത്താൻ നോക്കിയതും അവൻ എന്നെ കൈക്ക് പിടിക്കുകയും അവൻ സ്വയം രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അവൻ നോക്കിയിട്ടുണ്ട്. അതോടൊപ്പം അവനെ ഞാൻ പിടിക്കുകയും അക്കരത്ത് മറുകരയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. നിങ്ങളെ പിടിച്ച സമയത്ത് നീ രക്ഷപ്പെടാൻ ശ്രമിച്ചോ? അല്ലെങ്കിൽ നിന്നെ കൂടി താഴ്ത്തി അവൻ രക്ഷപ്പെടുന്ന സ്വാഭാവികമായും ഒരു അപകടത്തിൽപ്പെട്ട ആളുകൾ സംഭവിക്കുന്നതാണ്. ആ സമയത്ത് എങ്ങനെയാണ് നീ രക്ഷപ്പെട്ടത്? അതായത് അവൻ എൻ്റെ കയ്യിൽ പിടിച്ച സമയത്ത് ഞാനത് തട്ടി മാറ്റുകയാണ് ഉണ്ടായത്. ആ തട്ടി മാറ്റി ഞാൻ വെള്ളത്തിൻ്റെ മുകളിലെത്തിയ സമയത്ത് അവൻ്റെ ചെരുപ്പ് ആ സ്പോട്ടിൽ പൊന്തിയപ്പം അവിടെ ആളുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ വീണ്ടും ഞാൻ അടിയേക്ക് മുങ്ങുകയായിരുന്നു. ആ മുങ്ങിയ സമയത്താണ് അവൻ്റെ തലഭാഗം എൻ്റെ കയ്യിൽ തടഞ്ഞതും ആ കൃത്യസമയത്ത് തന്നെ ഞാനത് എടുക്കുകയും ചെയ്തു. ഏകദേശം എത്ര മീറ്റർ താഴ്ചയിലേക്ക് അവൻ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു? അതായത് 2-3 ആളെ താഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗത്ത് എന്തായിരുന്നു, എങ്ങനെയാണ് കാണാൻ പറ്റിയത്? കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതായത് ഈ ഇരുട്ടായി വന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. വെള്ളം ചെറുതായിട്ടുള്ളൊരു കലക്കമുണ്ട്. ഞാൻ കൈനോട് ഇങ്ങനെ തടയുന്ന സമയത്ത് ആളെ തല എൻ്റെ കൈമേൽ തടയും ആ സമയത്ത് എടുക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പോഴേക്കും അദ്ദേഹം പിടയുന്ന രീതിയിൽ നിന്നൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പറ്റ അവശനായിട്ടുണ്ട് ആള്. കാരണം അവസാനത്തെ ആ ഒരു പറ്റ ക്ഷീണിതനും അതായത് ശ്വാസം എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ നിന്ന് അയാളെ ഉയർത്തി എങ്ങനെയാണ് ബോട്ടിലേക്ക് കയറ്റിയിട്ടുള്ളത്? അപ്പോഴേക്കും ബോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് എന്നോട് ഈ വിവരം അറിയിച്ച ഉടനെ തന്നെ ഞാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും അതോടൊപ്പം വെട്ടുപാറ ഭാഗത്തേക്ക് ആളുകൾ ഇൻഫർമേഷൻ കൊടുക്കുകയും കൃത്യസമയത്ത് തന്നെ അവർ ബോട്ടുമായി പ്രിയ സുഹൃത്തുക്കൾ ഇവരൊക്കെ അവിടെ എത്തുകയും ചെയ്തു. അതുകൊണ്ട് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. നിങ്ങൾ ഈ എടുത്ത സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡോ മറ്റു കാര്യങ്ങളോ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ഒരു ബോധം പോയ ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്? എന്താണ് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ? ഇവരാണ് ഇവരെ കയ്യിലായിരുന്നു അവരെ ഏൽപ്പിച്ചത്. അവരാണ് മുങ്ങിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവരെ കൈമാറിയപ്പോൾ അവരാണ് കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളാണ്. അന്ന് അവർ മുങ്ങി ബോട്ടിലേക്ക് കയറ്റിയതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ദൗത്യം പൂർത്തീകരിച്ചത്? ഞങ്ങൾ ഇവിടുന്ന് സാധാരണ ഇവിടെ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. ഏകദേശം ഒരു ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ആ ഇരുട്ടായി തുടങ്ങിയ സമയത്താണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ബോട്ട് എടുക്കുകയും പെട്ടെന്ന് എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ടെന്നില്ല ഞങ്ങൾ വിചാരിച്ചിട്ട് പെട്ടെന്ന് ബോട്ടെടുത്ത് പോയപ്പം അവിടെയുള്ള കരയിലുള്ള ആൾക്കാർ പറഞ്ഞു കുറച്ച് സെൻട്രലാണ് ആളുള്ളത്, നിങ്ങൾ അവിടേക്ക് തിരിഞ്ഞോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളെ കയ്യിൽ ആ ആളപ്പടമുണ്ട്. ആ സമയത്ത് കയ്യിലുണ്ട്. അപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. ഞങ്ങൾ ചെന്നപ്പം ഇയാളാണോ അവിടെ മുങ്ങുന്നതെന്നുള്ള അറിയില്ല. അത്രയ്ക്ക് ദയനീയാവസ്ഥയിലാണ് ആ രംഗം. അല്ല, അവിടെ മുങ്ങുന്നുണ്ട്, അതേമാതിരി പൊങ്ങുന്നുണ്ട്. ഇവന് സംസാരിക്കാൻ കഴിയില്ല. അതിനിടയ്ക്ക് ഇവനെ വിളിച്ചോട്ട് ഇവൻ്റെ ബോട്ടാന്നുള്ള കാഴ്ചപ്പാടിൽ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ അപ്പോൾ പിന്നെയും മുങ്ങി ഇവന്.
പിന്നെ രണ്ടാമത് വിളിച്ച് എൻ്റെ അടുത്തിട്ട് ഇങ്ങോട്ട് വരിയെന്ന് പറഞ്ഞു. അതിൽ ഞങ്ങൾ എടുത്ത് ചാടി, ബോട്ട് തിരിച്ചപ്പോഴത്തേക്ക് എടുത്ത് ചാടി. ഇവനൊക്കെ വേറെ രണ്ടാൾക്കാരോട് ഇവൻ്റെ കൂടെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. എടുത്ത് കരക്കിലെത്തിയപ്പോൾ എനിക്കറിയില്ല അതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇവിടുന്ന് കരക്കുന്ന ഇവനെ പറഞ്ഞ് അതിനെ കവുത്തി പിടിച്ചിട്ട് മുട്ടിങ്കാൽമേൽ വെക്കണം, എന്നിട്ട് നല്ലോണം പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മുട്ടിങ്കാൽ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇത് ഞങ്ങളെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു നന്നാക്കി അമർത്തി. ഞാൻ പറഞ്ഞു ചെറിയൊരു എന്നുള്ള ചെറിയൊരു സൗണ്ട് വന്ന്. ആ സൗണ്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ചെറിയ സൗണ്ട് പെട്ടെന്ന് ബോട്ട് ഇടിക്കുകയായിരുന്നു. അതിൽ കുറച്ച് ഛർദ്ദിച്ച് കുറച്ച് നല്ല അത്യാവശ്യം കൃത്യമായി നിങ്ങൾ CPR നൽകി? അതായത് നമുക്ക് അറിയില്ല, അതിനെ പറ്റി അറിയില്ല. ഇപ്പം പറഞ്ഞ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെസ്റ്റ് അമർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളിൽ ചെയ്തു. അതെ, ഇതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവൻ പറഞ്ഞതാണ് എന്നോട് മുട്ടിങ്കാൽമേൽ വെച്ചിട്ട്, ബോട്ട് അടുപ്പിക്കണുള്ളൂ. അപ്പം മുട്ടിങ്കാൽമേൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതേപോലെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഛർദ്ദിച്ച് കൂടുതലായിട്ട് കുറേ ഛർദ്ദിച്ചപ്പോൾ വെള്ളം ഒന്നും വന്നിടതായിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഛർദ്ദിച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് കുറേ. അതേപോലെ നമ്മൾ ഒരു സൗണ്ട് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കുക തന്നെ, പെട്ടെന്ന് ബോട്ട് എടുത്ത് ഈ കര അടുപ്പിച്ച് ഇവിടുന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ കൊണ്ടുപോയി. ഈ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, ഈ ആൾക്കാരൊക്കെ അവിടെ ബോട്ടിലുണ്ടായിന്. പിന്നെ ഇവിടെ വന്നിട്ട് വണ്ടിയിൽ എടുത്ത് പോകാനും ഇവിടെ ഒരുപാട് ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടായിന്. വണ്ടിയൊക്കെ സെറ്റപ്പ് ആക്കി ഞങ്ങൾ ഇവിടെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച്. എന്ത് വാഹനമാണ് ഉണ്ടായിരുന്നത്? ഒരു ജീപ്പാണ് അപ്പം ഉണ്ടായിരുന്നത്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആ ഒരു റെസ്ക്യൂ പ്രവർത്തനത്തിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? കറക്റ്റ് CPR നൽകാൻ കഴിഞ്ഞോ? CPR കറക്റ്റ് നൽകാൻ കഴിഞ്ഞു. CPR പിന്നെ ഞങ്ങളിവിടുന്ന് ബോട്ട് എടുത്ത് പോയി. അപ്പോഴും ഓൻ്റെ കയ്യിലുള്ള ആൾ അപ്പോഴും തല ഒന്നും പൊന്തിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടാൾ വെള്ളത്തേക്ക് ചാടി വീണ്ടും കരക്കൊക്കെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു അവനോട്, നൗഷാദെ മുട്ടുംകാൽമേല പിന്നെ വെച്ചിട്ട് ഇവനോട് പറഞ്ഞു പുറത്ത് അടിച്ചുവിടുക പറഞ്ഞു. അതിൽ പുറത്തടിച്ചാൽ ഇങ്ങോട്ട് ഛർദ്ദിച്ച് പോകുന്നത്. അതുവരെ ശ്വാസം തോന്നുന്നില്ല ഇനി. അപ്പോൾ പിന്നെ അതിൽ എന്തായി, ഒരു ഛർദ്ദിച്ചാൽ ശ്വാസം കൊണ്ട് പോകുന്നത്. അപ്പോൾ ശ്വാസം പോകുന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ബോട്ടിലേക്ക് കയറ്റി, അതേമാതിരി കയറ്റി ഇവിടെ വന്ന് ജീപ്പിലെടുത്തിട്ട് അവിടെ പോയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബോട്ടിൽ എത്ര ആളുകളാണ് ഉണ്ടായിരുന്നത്? 4 5 നിങ്ങൾ ബോട്ടിൽ നിന്ന് അവരങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ബോട്ടിൽ അവരെ എവിടെയാണ് കടത്തിയിരുന്നത്, എങ്ങനെയാണ് ചെയ്തത്? അത് സീറ്റിന് മുകളിൽ കടത്തിയിരുന്നത്, കൗത്തിയാണ് കടത്തിയിരുന്നത്. കൗത്തിയപ്പോഴും ബോട്ടിൽ ഛർദ്ദിച്ചിരുന്നു. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് അതിൽ എങ്ങനെ നിങ്ങളുടെ ഒരു പങ്കാളിത്തം അതിലുണ്ടായിട്ടുള്ളത്? ഞങ്ങൾ ഇവിടെ വൈകുന്നേരം ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടെ എൻ്റെ മഗ്‌രിബ് കൊടുത്ത് ഇരുട്ടാണ് സമയമാണ്. ആ സമയത്ത് അവിടെ നിന്ന് കുറേ ആളുകൾ ആർപ്പും വിളിയൊക്കെ കേൾക്കണ്. അതിലാണ് ഞങ്ങൾ തന്നെ ബോട്ട് എടുത്തോണ്ട് ചെല്ലുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നത് പുറത്തേക്ക് അവിടെ തിരഞ്ഞോളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് ചാടാൻ നിൽക്കുമ്പോഴാണ് ഇവന് ഒറ്റ വിളിക്കണത്. ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും ശരീരം ഓൻ്റെ കൈൻ്റെ അടി വെള്ളത്തിലാണുള്ളത്, ഞങ്ങൾ കണ്ടില്ല. അതിൽ ഞങ്ങൾ ചാടി അതിനൊന്ന് പൊന്തിച്ച് അതിനൊപ്പം പറഞ്ഞ് എൻ്റെ പെട്ടെന്ന് മുട്ടുംകാലമലാക്കിയായിട്ട് നിൽക്കുക. അപ്പോൾ എടുക്കുമ്പോഴൊക്കെ വളരെ പ്രതീക്ഷ ഇല്ലാത്ത കോലത്തെ എടുത്ത്. പക്ഷെ എന്താ വെച്ചാൽ നല്ല ഛർദ്ദിച്ചു. അപ്പോൾ എൻ്റെ മുട്ടുകാലം വെച്ച് നല്ല അടിച്ച് നല്ല ഛർദ്ദിച്ചു. അതോട് കുറച്ച് വീപ്പ് കിട്ടി. അത് നേരെ അവൾക്ക് വണ്ടി എത്തിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പം നേരെ ശാസ്ത്രീയമായി നമ്മൾ പറയുന്ന സമയത്ത് CPR നൽകുക എന്നാണ് പറയാറുള്ളത്. അതാണോ നിങ്ങൾ? അതാണ് CPR. അതാണ് CPR കൊടുത്ത് അങ്ങനെ കുറച്ച് ഇത് കിട്ടിയതിൽ നേരെ ബോട്ടിൽ ഇങ്ങോട്ട് തന്നെ കയറ്റി. അങ്ങോട്ടേക്ക് വണ്ടി എത്തിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ എത്തിയത്തിനും ഇവിടെ വണ്ടിയൊക്കെ സെറ്റാക്കി വെച്ച് ഇവിടെ ആൾക്കാർ ഞങ്ങൾ പോയതും ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതോടുകൂടി കൊണ്ടുവരുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പെട്ടെന്ന് വണ്ടിയൊക്കെ സെറ്റാക്കി വെച്ച് നേരെ ഹോസ്പിറ്റലിൽ വിട്ട്. അതായാലിപ്പോൾ മറ്റേ ഭാഗ്യം ജീവൻ തിരിച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ള സന്തോഷത്തിലാണ് ഇപ്പോൾ ഞങ്ങളും ഉള്ളത്. നിങ്ങൾ ഇവിടേക്ക് ആ ബോട്ടിലുള്ള ആളുകളായിരുന്നല്ലോ, എങ്ങനെയാണ് അത്? ഇത് ഞങ്ങളിവിടെ ഈവനിങ് ടൈമിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കയ്യും കാലൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അക്കരെ നോക്കുന്ന നേരം അവിടെ കുറേ ആൾക്കാർ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. ഭയങ്കര ഒരു പരിഭ്രാമം. അപ്പോൾ ഞങ്ങളവിടെ കുട്ടികൾ കുളിക്കലുണ്ട് അവിടെ, സാധാരണ ചെറിയ മക്കൾ കുളിക്കുക. അങ്ങനെ ആരെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെന്നത്. അങ്ങനെ ഞാൻ ഇവനോട് പറഞ്ഞ് എടാ ബോട്ട് എടുക്കുക, അക്കരെ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം ഓടിക്കയറി ബോട്ടിലേക്ക് കയറി. എൻ്റെ ബാക്കിൽ നൗഷാദ് കയറി, ജംഷാദ് കയറി, ഇവനും കയറി. ബോട്ട് സ്റ്റാർട്ടാക്കുന്ന നേരത്തെ ഞങ്ങൾ ഡ്രസ്സൊക്കെ അയച്ച് ഇട്ട ട്രൗസറിൽ തന്നെ അവിടെ എത്തിയ നേരം അവിടുന്ന് കുറേ ആൾക്കാർ പറഞ്ഞു അപ്പുറത്താണ് ഇപ്പുറത്താണ് അങ്ങോട്ടാണ്, ഇത് എവിടെ ചാടേണ്ടത് വെച്ചല്ല. അപ്പോൾ നോക്കുമ്പോൾ ചുക്കാനിങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്, 2 ചെരുപ്പുണ്ട്. അങ്ങനെ 2 ആൾക്കാരെ തലയും കാണുന്നുണ്ട്. ഇത് ആരാ വെള്ളത്തിൽ പോയത് ഒരു ഐഡിയ ഇല്ല. ഇനി മക്കളാണോ വലിയവരാണോ ഒന്നും ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഇർഷാദ് ഇവൻ്റെ പേര് വിളിച്ച്, ഈ അബ്ദുറഹ്മാൻ്റെ പേര് വിളിച്ചപ്പോൾ ഞങ്ങളും അറിയില്ല അവൻ അവിടെ ഉള്ളത്. അങ്ങനെ ആരപ്പം ഞാൻ അവനോട് ചോദിച്ചു ആരാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇരുട്ടായിന്, ആളെ തിരിച്ചറിയാത്ത സമയമായിട്ടിട്ട്. അങ്ങനെ ഇങ്ങോട്ട് പോരി ഇവിടെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ കയ്യിലുണ്ട്. ഇവൻ കരക്കെത്തിയപ്പോഴേക്കും ഇവനും അവശനായിട്ടുണ്ട്. അവിടെ നിന്ന് സെൻറ്ററിൽ എടുത്ത് പോരുണ്ടല്ലോ. അങ്ങനെ വേഗം ഓൻ പറഞ്ഞ മാതിരി പിന്നെ CPR ഒക്കെ കൊടുത്ത് അതിൽ ആ സമയത്ത് ആൾക്ക് ശ്വാസമില്ല. അങ്ങനെ പിന്നെ കുറേ ഇട്ട് കമത്തിയൊക്കെ ചെയ്ത് CPR ഒക്കെ കൊടുത്ത നേരത്തും അത് കുറേ അങ്ങോട്ട് ഛർദ്ദിച്ചതിൽ ശ്വാസം ഒറ്റ വലിയ അതിൽ ശ്വാസം വീണ്. അങ്ങനെ പിന്നെ വേഗം ബോട്ടിലേക്ക് കയറ്റിയിട്ട് ബോട്ടിൻ്റെ ഇരിക്കുന്ന സീറ്റിൽ തല കീഴാക്കിയിട്ട് കിടത്തി. സീറ്റിൽ പള്ളഭാഗം അമർത്തി വെച്ചിട്ട് അവിടുന്ന് ഇത് എത്തുന്ന വരെ നമ്മളിങ്ങനെ CPR കൊടുത്തോണ്ടേ നിന്ന്. പിന്നെ ഇവിടെ ബോട്ട് സൈഡാക്കിയിട്ട് അപ്പോഴത്തേനും ഇവിടെ വണ്ടി സജ്ജീകരിച്ച് ആ എടുത്ത് ഇവിടുന്ന് ഓടുന്ന സമയത്തുള്ള കുലുങ്ങലില്ലേ അതിലൊക്കെ അവിടെ മൂപ്പർക്ക് ബോട്ടിൽ നിന്ന് തന്നെ ശ്വാസം എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ CPR കൊടുക്കുന്നതനുസരിച്ച്. അങ്ങനെ ഇവിടെ എത്തി ജീപ്പ് കയറ്റി. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ തീർന്ന ആൾ അൽഹംദുലില്ലാ കഴിച്ചിലായിട്ടുണ്ടെന്ന് പറഞ്ഞ്. ബോട്ടിൽ നിന്ന് കൃത്യമായ രക്ഷാപ്രവർത്തനം CPR അടക്കം നൽകിയാണ് ഇവരെ കരയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം കൃത്യമായി ഇവരിവിടെ ജീപ്പ് തയ്യാറാക്കി വെച്ചിരുന്നു. ആ ജീപ്പിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുള്ളത്. ആ ജീപ്പിൽ നിങ്ങളായിരുന്നല്ലോ ഡ്രൈവ് ചെയ്തിരുന്നത്. എന്തായിരുന്നു അപ്പോഴത്തെ ഉണ്ടായത്? നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോയത്? എന്താണ് അപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുമോ? എടവണ്ണപ്പാറ ഹോസ്പിറ്റലിലേക്കാണ് പോയിരുന്നത്. വന്ന ആ സമയത്ത് എല്ലാവരും പറഞ്ഞ് വണ്ടി എടുക്കുകയായിരുന്നു. അത് ആ സമയത്ത് തന്നെ വണ്ടി ഞാൻ എടുത്തു. വണ്ടി ഇവൻ്റെ ആയിരുന്നു വണ്ടി. ആ വണ്ടി എടുത്ത് ഞാൻ നേരെ എടവണ്ണപ്പാറ മെഡിക്കെയർ ഹോസ്പിറ്റലിലേക്കാണ്. മെഡിക്കെയർ ആണോ അല്ലെങ്കിൽ ലൈഫ് കെയർ ലൈഫ് കെയർ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവർ അപ്പോൾ ജീപ്പിൽ എവിടെയായിരുന്നു കടത്തിയിരുന്നത്? ബാക്ക് സൈഡിലായിരുന്നു. ബാക്കിൽ നിലത്ത് കടത്തിയതായിരുന്നോ അല്ലെങ്കിൽ സീറ്റിൽ സീറ്റിലായിരുന്നു. ആ മറ്റ് 2 പേരുണ്ടായിരുന്നു. ഒരാൾ പുറത്ത് പോയപ്പോൾ അവരെ പിന്നെ മേത്തായിരുന്നു വെച്ചിരുന്നത്. അവരെ കാലിൻ്റെ ഭാഗത്തായിരുന്നു. വെള്ളം കുറേശ്ശെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വായിൽ കൂടി ഛർദ്ദിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര വേഗത്തിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിഞ്ഞു? സോറി, അപ്പോഴത്തെ ആ സാഹചര്യം എത്ര സ്പീഡാണെന്ന് നോക്കാനുള്ള ഒരു സാഹചര്യം എനിക്കപ്പോൾ കിട്ടിയില്ല. നല്ല ഹാൻഡ് ബ്രേക്ക് വരെ എടുക്കാനുള്ളൊരു സമയം കിട്ടിയിരുന്നില്ലായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് കയറി വന്ന ഒരു 50 മീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ഹാൻഡ് ബ്രേക്ക് റിമൂവ് ചെയ്യുന്നത്. അത്രയ്ക്ക് ഒരു പരിഭ്രമത്തോടു കൂടിയാണ് ആ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായത്. അവിടുന്ന് അവിടെ ലൈഫ് കെയറിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് എന്താ സംഭവിച്ചത്? അവർ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരെ ബന്ധുക്കർ വന്ന് അവരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കയറി വരുന്ന അവിടുന്ന് പിന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാണ് ഇത് മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്തിരുന്നത്. വളരെ കൂട്ടായ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ് വിലമതിക്കാൻ കഴിയാത്ത ഈ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ക്യാമറാമാൻ അജീഷിനൊപ്പം ഉമർ അലി ശിഹാബ്, വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.